ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയമെന്നല്ലേ. അതെ, നമ്മുടെ സ്വന്തം ഭാഗ്യദേവതയെ പറ്റി തന്നെയാണ്. നമ്മൾ മലയാളികൾക്ക് ലോട്ടറി എന്ന് പറഞ്ഞാൽ എന്താ ഒരു വികാരമാണല്ലേ. 1 കോടിയോ 10 കോടിയോ അടിച്ചാൽ ലൈഫ് സെറ്റിൽഡ്. പക്ഷേ ഈ ലോട്ടറി പ്രേമം വെറും കേരളത്തിൽ മാത്രമാണോ ഉള്ളത്? അല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ് ഭാഗത്തുള്ള ആളുകൾക്കും ഈ കേരള ലോട്ടറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. പക്ഷെ ഇതാ കേട്ടോ, ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ വാർത്ത, തമിഴ്നാട്ടിൽ ദളപതി വിജയുടെ പുതിയ സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ അതിർത്തികളിൽ പ്രത്യേകിച്ച് വാളയാറിൽ തമിഴ്നാട് പോലീസ് ചെക്കിംഗ് അങ്ങോട്ട് കടുപ്പിച്ചിരിക്കുകയാണ്. ഇനി മുതൽ കേരള ലോട്ടറി ടിക്കറ്റുമായി തമിഴ്നാട്ടിലേക്ക് കടന്നാൽ പണി പാളും. പിന്നെ ഞാൻ വാളയാർ പരമശിവ ആണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. എന്നാൽ പിന്നെ വാളയാർ പരമശിവത്തെ പറഞ്ഞതുകൊണ്ട് ആ ചെറിയൊരു വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. പഴയ കള്ളന്മാര് തന്നെയാണല്ലോ. എന്താടാ പരമേശ്വരം, നീ ജയിലിൽ നിന്ന് ഇറങ്ങിയ? അവിടെ എങ്ങനെ സ്ഥിരം കിടക്കാൻ പറ്റുമോ സാറേ? പണ്ടൊക്കെ ഈ പരമശിവത്തിന്റെ ലോറികൾ ചീറിപ്പാഞ്ഞു വരുമ്പോ ഇനി മുതൽ കേരള ലോട്ടറി ടിക്കറ്റുമായി തമിഴ്നാട്ടിലേക്ക് കടന്നാൽ പണി പാളും. നല്ല ഒന്നാന്തരം പിഴയും ചിലപ്പോൾ അകത്തും കിടക്കേണ്ടി വരും. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് വിജയ് സർക്കാർ ഈ ലോട്ടറി മാഫിയക്കെതിരെ ഇത്രയും സ്ട്രിക്റ്റ് ആവാൻ കാരണം? ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. വീഡിയോ മുഴുവനായി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് ആദ്യം തന്നെ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാൻ വാളയാറിലേക്ക് ഒന്ന് പോകാം. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടി മാത്രം വാളയാർ അതിർത്തിയിൽ ഒരുപാട് ലോട്ടറി കടകളുണ്ട്. അവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും. പ്രത്യേകിച്ച് ഓണം, വിഷു, ക്രിസ്മസ് ബമ്പറൊക്കെ ഇറങ്ങുമ്പോൾ കോയമ്പത്തൂർ ഭാഗത്തു നിന്നൊക്കെ വണ്ടി കെട്ടി വന്ന് ടിക്കറ്റ് എടുക്കുന്ന തമിഴ് മക്കൾ ഒരുപാടുണ്ട്. ഇതുവരെ ഒരു കുഴപ്പവുമില്ലാതെ പോയ കാര്യമാണിത്. ചിലർ സ്വന്തം ഭാഗ്യം പരീക്ഷിക്കാൻ ഒരെണ്ണം എടുക്കും. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് കൂട്ടത്തോടെ ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ റീറ്റെയിൽ ആയിട്ട്, അതായത് ചില്ലറ വിലയ്ക്ക് വിൽക്കും. തമിഴ്നാട്ടിൽ ലോട്ടറി പൂർണ്ണമായും നിരോധിച്ചതാണ് എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ നിരോധിച്ച ഒരു നാട്ടിലേക്ക് നമ്മുടെ നാട്ടിലെ ടിക്കറ്റുകൾ കൊണ്ടുപോയി വിൽക്കുന്നത് അവിടെ വലിയൊരു താല്പര്യമുള്ള ബിസിനസ്സായി മാറി. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താ ഉണ്ടായത്? വാളയാർ പോലീസ് ഔട്ട് പോസ്റ്റിൽ തമിഴ്നാട് നിന്ന് വരുന്ന എല്ലാ വണ്ടികളും തടഞ്ഞു നിർത്തി അരിച്ചു പെറുക്കി പരിശോധിക്കുകയാണ്. തമിഴ്നാട് ബസ്സിൽ വരികയായിരുന്ന 4 പേരെയാണ് കഴിഞ്ഞ ദിവസം പോക്കറ്റിൽ കേരള ലോട്ടറിയുമായി പോലീസ് പൊക്കിയത്. അവരുടെ കയ്യിൽ നിന്ന് ലോട്ടറി ടിക്കറ്റുകൾ പിടിച്ചെടുക്കുകയും കേസെടുക്കുകയും ചെയ്തു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. തമിഴ്നാട്ടിൽ മുൻപും ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ വിജയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ തമിഴ്നാട്ടിൽ അധികാരമേറ്റതിന് ശേഷം അവിടുത്തെ അനധികൃത ലോട്ടറി മാഫിയകൾക്കെതിരെയും ലോട്ടറി കടത്തിനെതിരെയും കടുത്ത നിലപാടാണ് എടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ലോട്ടറി നിരോധിച്ചിട്ട് വർഷങ്ങളായി. പാവപ്പെട്ട ദിവസവേതനക്കാരായ തൊഴിലാളികൾ ലോട്ടറി എടുത്ത് കടക്കെണിയിലാവുകയും കുടുംബങ്ങൾ തകരുകയും ചെയ്യുന്നത് തടയാനാണ് പണ്ട് ജയലളിതയുടെ കാലത്ത് തമിഴ്നാട്ടിൽ ലോട്ടറി നിരോധിച്ചത്. അത് അതേപടി കർശനമായി കൊണ്ടുപോകാനാണ് പുതിയ തമിഴ്നാട് സർക്കാരിൻ്റെ തീരുമാനവും. ഇപ്പോൾ അവിടെ നടക്കുന്ന മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? വെറുതെ ടിക്കറ്റ് വിൽക്കുക മാത്രമല്ല, ഈ കേരള ലോട്ടറിയുടെ റിസൾട്ട് വെച്ച് തമിഴ്നാട്ടിലെ ചില ലോക്കൽ മാഫിയകൾ സ്വന്തമായി 3 ഡിജിറ്റ് അല്ലെങ്കിൽ നമ്പർ ലോട്ടറി എന്ന പേരിൽ വ്യാജ ഓൺലൈൻ ചൂതാട്ടം നടത്തുന്നുണ്ട്. അതായത് കേരള ലോട്ടറിയുടെ അവസാന അക്കങ്ങൾ വെച്ച് അവർ അവിടെ പന്തയം വെപ്പിക്കുന്നു. ഇതിലൂടെ സാധാരണക്കാരുടെ ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെടുന്നത്. പലരും ചതിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. തമിഴ്നാട് സർക്കാരിന് ഇതിലൂടെ നികുതി വരുമാനവും കിട്ടുന്നില്ല. ക്രമസമാധാന പ്രശ്നവും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് വിജയ് CM ആയതോടെ ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നവരും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരും അറിയേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. തമിഴ്നാട് നിയമപ്രകാരം ലോട്ടറി ടിക്കറ്റ് കൈവശം വയ്ക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ കോയമ്പത്തൂരിലോ ചെന്നൈയിലോ ഉള്ള ബന്ധുക്കളെ കാണാൻ പോകുമ്പോഴോ
ഒരു ഭാഗ്യം അങ്ങ് ഇരിക്കട്ടെ എന്ന് കരുതി പോക്കറ്റിൽ കേരള ലോട്ടറി ടിക്കറ്റ് കരുതിയാൽ ചിലപ്പോൾ വലിയ പണി കിട്ടും. സ്പോട്ടിൽ വലിയ തുക പിഴ അടയ്ക്കേണ്ടി വരും. ഇനി വലിയ അളവിലാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ടിക്കറ്റുകൾ പിടിക്കുന്നതെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് ജയിലിൽ വരെ ഇടാൻ തമിഴ്നാട് പോലീസിന് നിയമപരമായി അധികാരമുണ്ട്. ഇപ്പോൾ അതിർത്തികളിൽ മാത്രമല്ല, ബസ്സുകളിലും ട്രെയിനുകളിലും വരെ തമിഴ്നാട് പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങളെ ലോട്ടറി എന്ന ഈ ചൂതാട്ട ശീലത്തിലേക്ക് വീണ്ടും തള്ളിവിടാതിരിക്കാൻ വലിയൊരു മാഫിയ വേട്ട തന്നെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വിജയ് ഭരണം വന്നതോടെ കാര്യങ്ങൾ പഴയതുപോലെയല്ല. സിസ്റ്റം ഫുൾ ടൈറ്റാണ്. ലോട്ടറി കടത്ത് പൂർണ്ണമായി സ്റ്റോപ്പ് ചെയ്യാനാണ് അവരുടെ നീക്കം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലോട്ടറി ടിക്കറ്റുകൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പുതിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? തമിഴ്നാട് സർക്കാരിൻ്റെ ഈ കടുത്ത തീരുമാനം ശരിയാണോ, അതോ സാധാരണക്കാരുടെ ഭാഗ്യ പരീക്ഷണത്തെ തടയുന്നതാണോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വണ്ടി ഓടിക്കുന്നവരായ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ലോട്ടറി എടുക്കുന്നവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം.